സാർ ഈ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോഴും ഡിവൈഎഫ്ഐക്ക് അല്ലെങ്കിൽ സി പി എമ്മിനൊക്കെ ഇത്ര കുരു പൊട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് നടത്തിയ പരിപാടിയിലാണ് ഇത് വെച്ചത്. അപ്പോൾ വീണ്ടും പ്രശ്നമാണ്. ഡിവൈഎഫ്ഐക്ക് പ്രശ്നമാവുകയാണ്. അവർ ചോദിക്കുന്നത് അത് ഭരണഘടനയോടും മതേതരത്വത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഭാരതാംബയുടെ ചിത്രം ഭരണഘടനയോടുള്ള വെല്ലുവിളിയാകുന്നത് എന്നുള്ളത്. ആർലേക്കർ അതിന് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആർലേക്കർ എന്താ പറഞ്ഞു? ആർലേക്കർ പറഞ്ഞത് ഭാരതാംബയ്ക്ക് അയിത്തം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മൂല്യശോഷണം കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ആർലേക്കർ ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി ഇപ്പം എനിക്കൊന്ന് നരേന്ദ്രമോദിയും ഒരുപക്ഷെ അമിത്ഷായും കേന്ദ്രവും ഉപയോഗിക്കുന്നത് ഗവർണർമാരെയാണ്. അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന അപജയം പലവട്ടം ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ വളർച്ചയ്ക്കകത്ത് ബി ജെ പി പ്രസ്ഥാനത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ട്, പരസ്പര മത്സരമുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന് തന്നെ ബി ജെ പിക്ക് ഏതാണ്ട് 8000 ഇടത്ത് സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ബി ജെ പി അത്രത്തോളവും അല്ലെങ്കിൽ മറ്റ് രണ്ട് പാർട്ടികളോടും താഴെത്തട്ട് വരെ ആയിട്ടില്ല എന്ന് വേണം കരുതാം. എന്നാൽ ബി ജെ പി കുഴപ്പം പറ്റിയെന്നുള്ള തിരുവനന്തപുരത്തൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം മറ്റ് രണ്ട് പാർട്ടികളെ ഞെട്ടിച്ചു. അപ്പോൾ പലയിടത്തും അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വേറെയൊന്നുമില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ആഴ്ന്നിറങ്ങാൻ പറ്റുന്നത് പോലെ ഇവിടെ പറ്റുന്നില്ല. അത് വേറെ ആരുടെയും കുഴപ്പമില്ല. ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ല, താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നപ്പോഴും രാഷ്ട്രീയം പറയുമ്പം അതിനകത്ത് നിൽക്കുന്ന മുമ്പ് നിൽക്കുന്നതും അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാരും കൂടെ അയാളെ ചവിട്ടാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങൾ, സാന്നിധ്യം, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പറയുന്നത് പോലെ ബി ജെ പിയുടെ ഐഡിയോളജി വളർത്തുന്നതിന് വേണ്ടി അവർ ഈ പറയുന്ന പോലെ ആർ എസ് എസ്കാരെ കൊണ്ടുവന്നു. ഇദ്ദേഹം കൃത്യമായി ആർ എസ് എസ് നേരത്തെ ഇരുന്ന ആള് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഭാരതാംബയ്ക്ക് എന്ത് പ്രശ്നം? അത് തന്നെ ഇവിടുത്തെ പറഞ്ഞു. അതായത് അദ്ദേഹം ചോദിച്ചത് ഈ ഭാരതാംബയുടെ ചിത്രം നോക്കിയിട്ട് ആരാണ് ഈ സ്ത്രീ എന്നാണ് പലരും ചോദിച്ചത്. അത് സാംസ്കാരിക അധപ്പതനമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. അത് തന്നെ, അത് ഞാൻ പറഞ്ഞ കൃത്യമായ പൊളിറ്റിക്സുകളിൽ നേരത്തെ പറഞ്ഞ വാചകവും ഇപ്പോഴത്തെ സാംസ്കാരിക വിദ്യാഭ്യാസമില്ലാത്തതും സാംസ്കാരിക അധപ്പതനം ഉള്ളവനും മാത്രമാണ് ഭാരതാംബയെ തള്ളി പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം 2 വാചകത്തിൽ കൂടി പറഞ്ഞത്. അതായത് ഭാരതാംബ എന്ന് പറയുന്ന ചിത്രത്തിനോട് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു, ആർക്കും അതിനോട് എതിർപ്പില്ലായിരുന്നു, അല്ലെങ്കിൽ ആരും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആരും ഇതിനെ വലുതായിട്ട് ഏറ്റെടുത്തിട്ടുമില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ വിഷയം ഏറ്റെടുത്തപ്പോഴാണ് ഇപ്പം ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ, സതീശൻ്റെ ആയാലും പിണറായി വിജയൻ്റെ ആയാലും അല്ലെ സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും രാഷ്ട്രീയം എന്ന് പറയും ബി ജെ പി എന്ത് ചെയ്യുന്നു അതിനെ എതിർക്കുക എന്നുള്ള രാഷ്ട്രീയം. അപ്പോൾ അവർ നേരത്തെ ഇവിടെ ചെയ്തത് എന്തെന്ന് പറയുമോ, അവരുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി ഈ ബീഫിൻ്റെ ഒരു സമരം നിങ്ങൾക്കറിയാം. ബീഫിൻ്റെ സമരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബീഫ് വിൽക്കുന്നില്ലേ, പശു അല്ല ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇവിടെ. മാത്രമല്ല ബീഫ് നിരോധനം, ഗോവധ നിരോധനം കൊണ്ടുവന്ന ബി ജെ പി ആണോ? 21 സംസ്ഥാനത്തിൽ ഗോവധ നിരോധനം കൊണ്ടുവന്ന കോൺഗ്രസ്, അറിയാമോ? കാരണം ഗോമാതാവിന് അത്രയ്ക്ക് അല്ലെങ്കിൽ പശുവിന് അത്രയ്ക്ക് പ്രസക്തിയുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നു, അല്ല ഇന്ത്യ വികസിക്കുന്നു, നമ്മുടെ റോഡും നമ്മുടെ ഇതൊക്കെ ഏതാണ്ട് 9 കോടിക്കപ്പുറം കാർഷികരുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചാണകവും ഉൾപ്പെടെയാണ് ഇപ്പം ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ പാൽ കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ 1ാം നമ്പർ രാജ്യത്തിൻ്റെ പറയുമ്പോൾ പശുവിനോട് വലിയ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പശുവിനെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് അവർ വടക്കേന്ത്യക്കാർ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ജീവിയായതുകൊണ്ട് അവരതിനെ ദൈവത്തെ പോലെ കരുതുന്നത്. അപ്പോൾ അതിനെ തള്ളിയൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതിനെ തള്ളി പറഞ്ഞാൽ രാഷ്ട്രീയത്തിനകത്ത് നിലനിൽപ്പില്ലെന്ന് കണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഗാന്ധിജി ഗോവ നിരോധനത്തിന് വേണ്ടി നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനുശേഷം 5 സംസ്ഥാനത്തിൽ ഗോവധ നിരോധനം ഏർപ്പെടുത്തി ബി ജെ പി. മനസ്സിലായില്ല? ആ ഗോവധ നിരോധനത്തിൻ്റെ മൊത്തവും അല്ലെങ്കിൽ മെറിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബി ജെ പി ചെയ്ത പരിപാടി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പശുവിനെ അല്ല ഗോവ നിരോധനം നടത്തുക, ഇവിടെ ബീഫ് തിന്നാൻ അല്ലെങ്കിൽ ബീഫ് തിന്നാൻ. ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടെ കോൺഗ്രസ് ഇറങ്ങി, സി പി എം ഇറങ്ങി, കോൺഗ്രസ്സുകാരൻ റോഡിലിട്ട് മാങ്കുറ്റി ഏതാണ്ട് പൂക്കുറ്റിയുണ്ട്, റോഡിലിട്ട് എറണാകുളത്ത് വെച്ച് പശുവിനെ കണ്ടിച്ചു. ഈ സാധനം ഇപ്പോഴും വടക്കേന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുക. റോഡിൽ വെച്ച് പശുവിനെ കണ്ടിച്ച ചിത്രം മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർത്തത് ഈ ഇലക്ഷൻ സമയത്ത് ഈ ചിത്രമാണ്. മനസ്സിലായി? ഭീകരവാദികൾ കഴുത്തറക്കുന്നതിൻ്റെ കൂടെ ടാഗ് ചെയ്ത അവർ ആ ചിത്രം
അത്രയ്ക്ക് ക്രൂരമാണ് കോൺഗ്രസ് എന്ന് കാണിച്ചുകൊണ്ട്. ഉം. ഇതും ഭാരതമാതാവ് എന്താ വിഷയം? ഭാരതമാതാവിനെ ഇവർ മൈൻഡ് ചെയ്യാൻ പോയിരുന്നാൽ പോരെ. ഭാരതമാതാവെന്ന് പറയുന്നതിനെ പുച്ഛിക്കുന്നത് 6 ഏക്കർ കൊണ്ടുവരുന്നതുകൊണ്ട് പറ്റത്തില്ല, ബിനോയ് വിശ്വം ഇറങ്ങും പറ്റത്തില്ല, പിണറായി വിജയൻ ഇറങ്ങും പറ്റത്തില്ല. മതേതരത്ത് ഭാരതമാതാവിനെ ആരാ കൊണ്ടുവന്നത്? ഇവിടുത്തെ പണ്ട് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരത് മാതാക്കി ജയിന്ന് വിളിപ്പിച്ച് എഴുതിയത് ഇവിടുത്തെ മുസ്ലിമാണ്. അവരെ വിളിപ്പിച്ച, അല്ലെങ്കിൽ ഭാരതമാതാവ് നമ്മുടെ രാജ്യത്തെ മാതാവായിട്ട് കാണുന്നു. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനെതിരെ നിൽക്കുന്നത്, ഇന്ത്യക്കെതിരെ നിൽക്കുന്നത്, ദേശസ്നേഹത്തിനെതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ഇവർ ഈ പറയുന്നതിലൂടെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ ഒരു രാഷ്ട്രീയവും ദേശസ്നേഹവും വളർത്തുന്നതിന് വേണ്ടി 6 ഏക്കർ കളിക്കുന്ന കളി 6 ഏക്കർ കല്യാണി പടം പൊക്കിയെടുത്തോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇവർ ഏറ്റെടുക്കുമെന്നറിയാം. മനസ്സിലായി? അതൊരു പൊളിറ്റിക്സാണ്, അത് മനസ്സിലാക്കുക. അതായത് ഇവിടെ BJPക്ക് അവരുടെ ഹാൻഡിലുകൾ കൊണ്ട് അവരുടെ രാഷ്ട്രീയം വളർത്താൻ പറ്റാത്തപ്പം ഇൻഡയറക്റ്റായിട്ട് ബുദ്ധിപരമായിട്ട് ഈ പറയുന്ന 6 ഏക്കർ ഉൾപ്പെടെയുള്ള RSSൻ്റെ വളരെ നേതാക്കന്മാർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും അവരവരുടെ രാഷ്ട്രീയവും ഇവരുടെ യഥാർത്ഥ മുഖവും ജനത്തിനെ പൊളിച്ചു കാണിക്കുന്നു. അത്രയാണ് സാറിപ്പോ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇവിടുത്തെ BJP പ്രവർത്തകരെ കൊണ്ട് അല്ലെങ്കിൽ നേതാക്കളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തത് കൊണ്ട് ഏകദേശം അങ്ങനെയൊക്കെ പറയും. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, 50% കൊള്ളാത്തത് കൊണ്ട് 6 ഏക്കറെ, അത് കൃത്യമായിട്ട് ഒരു RSSകാരനായിട്ടുള്ള ഗവർണർ 6 ഏക്കറെ കൊണ്ട് കേന്ദ്രം ഈ കളി കളിക്കുന്നു എന്നുള്ളതല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പെട്ടേക്കുന്ന ആരാ? പിണറായി വിജയനെ കൊണ്ട് കെട്ടിയില്ലേ, CPM കൊണ്ട് കെട്ടിയില്ലേ, DYFയെ കൊണ്ട് കെട്ടിയില്ലേ? അല്ലെങ്കിൽ ഇത് എന്തും ആ പൊളിറ്റിക്സൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ എന്തിനേയും എതിർക്കുന്ന പൊളിറ്റിക്സ് അത് ഇന്ത്യയിൽ നിന്ന് പോയെന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇതുവരെ മനസ്സിലാവുന്നുണ്ട്. ഈ അല്ലെങ്കിൽ ഇപ്പം മോദി റോഡ് കൊണ്ടുവരുമ്പോഴും വികസനം കൊണ്ടുവരുമ്പോഴും നല്ലത് കൊണ്ടുവരുമ്പോഴും പാകിസ്ഥാനെ കയറി അടിക്കുമ്പോഴും ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത്, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നത്, ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ആരാണെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ 40% കൂടുതൽ ചെറുപ്പക്കാർക്ക് വന്ന ഒരു ഇന്ത്യ മഹാരാജ്യമാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ആൾക്കാർ ഇപ്പോഴും സാധിക്കുന്നത്. ജെൻസി കലാപങ്ങൾ പരാജയപ്പെടുന്ന, അമേരിക്കയിലും ലണ്ടനിലും ബ്രിട്ടനിലും ഒക്കെ വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. അറിയാം, ജെൻസി കലാപത്തിന് റോഡിൽ ആൾക്കാർ ഇറങ്ങിയാൽ കഴിഞ്ഞ ദിവസം കണ്ട ഡൽഹിയിൽ ഇറങ്ങിയാൽ അവനെ നാട്ടുകാർ തന്നെ പിടിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ ഇറങ്ങുന്ന ഒരു യുവത, അല്ലെങ്കിൽ അത്രയ്ക്ക് ദേശസ്നേഹമുള്ള ഒരു യുവതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു 10 കൊല്ലം 11 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിക്കും BJPയും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് ഭാരതമാതായെ തള്ളിപ്പറയുകയും മറ്റു ചില കാര്യങ്ങൾ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുമ്പോൾ ജനം ഇവർക്കെതിരാകും. അല്ലെ, ജനം അവർ പറയുന്ന മുദ്രാവാക്യത്തിനോ അവരുടെ ഐഡിയോളജിക്കോ നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഈ സ്ഥാനത്ത് ഇവിടുത്തെ മതമൂല്യവാദികൾ ഇന്ത്യ നാളെ കാലത്തെ ഈ പറയുന്ന പോലെ മുസ്ലിം രാജ്യമാകണം, അല്ലെങ്കിൽ ഇന്ത്യ കാണിക്കുന്ന ഭീകരവാദത്തിന് അനുകൂലമായിട്ടും, അല്ലെങ്കിൽ പാകിസ്ഥാനെ അടിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ളിടത്ത് ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഏത് കോൺഗ്രസ് ആയാലും ഏത് മാർക്സിസ്റ്റ് ആയാലും അവർ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോകും. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി BJP തീരുമാനിച്ചിരിക്കുന്നു. അവർ ചില മുദ്രാവാക്യങ്ങളുണ്ട്, അതിനകത്ത് മറ്റു പാർട്ടിക്കാർ വീണു പോകും, അതിനകത്ത് അവർ വിജയിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.